അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ടി മോഹൻദാസിന്റെ കൊംബാക്ക് വീഡിയോ കാണുമായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പത്രികയിൽ പുതിയ വീഡിയോ എല്ലാം ഇറക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിച്ചത് മോഹൻദാസ് ഈ വീഡിയോയിൽ അഴിഞ്ഞാടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങേരെ കള്ളക്കേസ് വെച്ച് അകത്താക്കിയ ഈ കമ്മി സുഡാപ്പികൾ, അതുപോലെ നമ്മുടെ മൗദൂദി വൺ, ഇവരെ എല്ലാം കണക്കിന് പ്രഹരിക്കുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷെ എന്നെ ഒരല്പം ശ്രീ മോഹൻദാസ് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ ആഗ്രഹിച്ച അത്ര അല്ലെ ഉദ്ദേശിച്ച അത്രയും തീവ്രമായിട്ട് മൂപ്പർ ഇവർക്കെതിരെ ഒന്നും പ്രഹരിച്ചില്ല, ഇവരെ ഒന്നും പ്രഹരിച്ചില്ല. പക്ഷെ ഇനി വരുമായിരിക്കും. ആദ്യത്തെ ദിവസം ഒരു വീഡിയോ അല്ലേ കഴിഞ്ഞുള്ളൂ. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തംബ്നെയിലിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ വെറുതെ ഇരുന്ന മോഹൻദാസിനെ ചൊറിഞ്ഞ് വെറുതെ കള്ളക്കേസ് എടുത്ത് സുഡാപ്പികൾ അങ്ങേർക്കെതിരെ പരാതി കൊടുത്ത് ഒന്ന് ആലോചിക്കണം. സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ളതാണ് ഒരു കേസ്. മറ്റേ ഈ ഞാനായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു, ഇത് ചെയ്യുവാനെന്ന് പറയുന്നത് ഒരു കോടതിയിലും നിലനിൽക്കാൻ പോകുന്നില്ല. സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ള കേസ് തന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്കും. ഒരു സ്ത്രീയും പരാതി കൊടുത്തിട്ടില്ല. വെറുതെ ഏതോ ഒരു PDP നേതാവോ PFI നേതാവോ SDPI അങ്ങനെ ഏതോ ഒരു സുഡാപ്പി നേതാവോ പോയി കൊടുത്ത പരാതിയാണ് ഇങ്ങനെ അകത്ത് ആക്കാൻ വേണ്ടി മാത്രം. ഇവരെന്താ കരുത് ആയുഷ്കാലം മോഹൻദാസിനെ അകത്ത് പിടിച്ചിടാൻ പറ്റുമെന്ന്? വെറുതെ ഇരുന്ന മോഹൻദാസിനെ ചൊറിഞ്ഞതാ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാധാരണഗതിയിൽ ഈ പത്രികയിൽ ഒരു വീഡിയോയിൽ ശ്രീ മോഹൻദാസിന്റെ വീഡിയോയ്ക്ക് വരുന്ന എത്ര 50,000 60,000 70,000 വ്യൂസ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ 12 മണിക്കൂർ കൊണ്ട് തന്നെ ഏതാണ്ട് 1.5 ലക്ഷത്തിനടുത്ത് വ്യൂസ് ആയി കഴിഞ്ഞു. 2-3 ഇരട്ടിയാണ്. എത്ര കോമന്റ്സ് ആണ് വരുന്നത്, എത്ര ലൈക്കും ഷെയറും എല്ലാം വന്നു കഴിഞ്ഞു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവര് മൗദൂദി വൺ അന്ന് പറഞ്ഞത് എന്തായിരുന്നു സന്തോഷം സുഡാപ്പികളുടെ. അവരുടെ യൂട്യൂബ് ചാനലുകളിലും അതുപോലെ മൗദൂദി വണ്ണിന്റെ ഇരുട്ടുമുറി ചർച്ചയിലും എന്തായിരുന്നു സന്തോഷം. വിഷവൃദ്ധനെ അകത്താക്കി എന്ന് പറഞ്ഞ് ഈ വിഷവൃദ്ധനെ വടവൃക്ഷമാക്കി ഇവർ വളർത്തി. അല്ലേ, വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ തന്നെ വേണം. അങ്ങനെ അല്ലെങ്കിൽ വെറുതെ വല്ല തമാശയൊക്കെ പറഞ്ഞാൽ അതും ഇതുമൊക്കെ പറഞ്ഞാൽ അതിന്മേൽ കയറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ട്. അപ്പൊ അതല്ല, ഈ വൈര്യനിര്യാതന ബുദ്ധി എന്ന് പറയില്ലേ, ഇവനെ തീർക്കണം എന്നുള്ള രീതിയിലുള്ള സുഡാപ്പികളുടെ തീവ്രവാദ മനസ്സ്, ആ തീവ്രവാദ ബുദ്ധിയാണ് ഇപ്പൊ മോഹൻദാസിനെ 2-3 ഇരട്ടി ശക്തിയുള്ള ആളായിട്ട്, റീച്ചുള്ള ആളായിട്ട്, സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ള ആളായിട്ട്, പവർഫുൾ ആയിട്ട് വളർത്തിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കി. ഈ ഫേസ്ബുക്കിൽ എന്ത് തുറന്നാലും റീൽസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ തലയെക്കെട്ട് കെട്ടിയവരുടെ ബഹളമാണ്. തലയെക്കെട്ട് കെട്ടിയവർ വന്നിട്ട് പറയുന്ന വൃത്തികേട്, സ്ത്രീകളെ കുറിച്ച് പറയുന്ന എന്തൊക്കെ വൃത്തികേടുകൾ ഇവരുടെ റീൽസിന് മുഴുവൻ. ഇവരുടെ ഈ മതപ്രഭാഷണം എന്ന് പറയുന്നത് എന്താ? മുഴുവൻ ഈ സ്ത്രീ, പെണ്ണ് പെണ്ണ് പെണ്ണ്, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകളുമായിട്ട് അങ്ങനെ ചെയ്യാം, ഇവിടെ ഭൂമിയിൽ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഇതൊക്കെയാണ് മതപ്രഭാഷണം എന്ന് പറയുന്നത്. തലയിൽ മൂളയുള്ള ഒറ്റ ഒരുത്തനും ഇല്ലേ ഈ മതപ്രഭാഷണം നടത്താനായിട്ട്? ഇവിടെ എത്ര തലകെട്ടുകാരാണ് ഓരോ മൊല്ലാക്കന്മാര് വന്നിട്ട്. ഇവർക്ക് വിഷയം മുഴുവൻ ഈ പറയുന്ന ലൈംഗികതയും പെണ്ണും മാത്രമാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാം സ്ത്രീ വിരുദ്ധതയാണ്. ഏതെങ്കിലും ഒരുത്തനെതിരെ കേസ് കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു സുഡാപ്പിക്ക് തോന്നിയോ? ഏതെങ്കിലും ഒരുത്തനെ അകത്താക്കണമെന്ന് ഈ മൗദൂദി വണ്ണുകാർക്ക് തോന്നിയോ? തോന്നിയില്ലോ. കാരണം എന്താ? ഇത് RSS കാരനായതുകൊണ്ട് അയാളെ പിടിച്ച് അകത്തിടണം എന്നുള്ള അതേ ചിന്ത. ഈ വൈരനിരാധന ബുദ്ധി കൊണ്ടാണ് ഇപ്പൊ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് തന്നെ ഇപ്പൊ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ രാമായണം വായിച്ചിട്ടുള്ളവർക്കറിയാം, രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിൽ ഒരു കഥയുണ്ട്. അത് ഈ വനവാസത്തിന്റെ സമയത്ത് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും കൂടി ഇരിക്കുന്നു, കാട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് രാവണന്റെ അനിയത്തി ശൂർപ്പണഖ വരുന്നത്. സുന്ദരിയായ ഒരു യുവതിയുടെ വേഷമൊക്കെ കെട്ടി ശൂർപ്പണഖ വന്നിട്ട് രാമനെ കണ്ടു കഴിയുമ്പോൾ ശൂർപ്പണഖയ്ക്ക് ഒരു മോഹം, ശൂർപ്പണഖയ്ക്ക് രാമനോട് ഒരു താല്പര്യം. ചെന്ന് നേരെ എന്ന് ശൂർപ്പണഖ പ്രപ്പോസ് ചെയ്യുന്നു രാമനോട്. രാമൻ പറയുന്നു, സോറി, സംഗതി നടക്കില്ല, ഞാൻ വിവാഹം കഴിച്ചാണ്, അതായിരിക്കുന്ന എന്റെ ഭാര്യയാണ്, ഭാര്യയോട് വഞ്ചന കാണിക്കാനായിട്ട് ഞാൻ ഒരുക്കമല്ല, എന്റെ വിവാഹം കഴിഞ്ഞാൽ വരാൻ പറ്റില്ലെന്ന് പറയുന്നു. ശൂർപ്പണഖ അങ്ങനെ ഇങ്ങനെയൊക്കെ നിർബന്ധിച്ച് നോക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അവസാനം ശൂർപ്പണഖ ആ കലി സീതാദേവിയോട് തീർക്കുന്നു, സീതാദേവിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോ അടുത്ത് ചെന്ന ലക്ഷ്മണൻ ഈ ശൂർപ്പണഖയുടെ മൂക്ക് ചെത്തിയെടുക്കുന്നു, ശൂർപ്പണഖയ്ക്കുള്ള ശിക്ഷയായിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ രാമൻ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്താണ് ശൂർപ്പണഖ അത് വെറുതെ നിന്ന് സമയം കളയണ്ട, എനിക്ക് താല്പര്യമില്ല, എന്റെ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ. അപ്പൊ വെറുതെ പോയിരുന്നെങ്കിൽ ഈ ശൂർപ്പണഖയുടെ മൂക്ക് ഇപ്പൊ കയ്യിലിരിക്കില്ലായിരുന്നു. അങ്ങനെ പോവാതെ സീതാദേവിയെ, വെറുതെ ഇരുന്ന സീതാദേവിയെ ചൊറിഞ്ഞ് വെറുതെ ഇരുന്ന സീതയെ ആക്രമിച്ചത് കൊണ്ടാണ് ലക്ഷ്മണൻ മൂക്കി എത്തിയെടുത്തത്. അല്ലെ, ഇതുപോലെ തന്നെ വെറുതെ ഇരുന്ന നമ്മുടെ മോഹൻദാസിനെ ചൊറിഞ്ഞ് അങ്ങേർക്ക് കൂടുതൽ റീച്ചും അതുപോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങേരെ കൂടുതൽ പവർഫുൾ ആക്കി കൊടുത്തു. അല്ലെ, മോഹൻദാസിന് പണ്ടേ റീച്ച് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ സുഡാപ്പികളുടെ ഇങ്ങനെയുള്ള ഈ വൈര്യനിര്യാതന ബുദ്ധി ഉള്ളില് തീവ്രവാദ ബുദ്ധിയാണ്. തീവ്രവാദികളുടെ ഈ വൈരാഗ്യമുണ്ടല്ലോ, അത് തന്നെയാണ് മറ്റുള്ളവരെ
ആശയപരമായിട്ട് ഉള്ള സംഘർഷങ്ങളോ ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലുകളോ ഒക്കെ ആണെങ്കിൽ ആശയപരമായിട്ട് തീർക്കാതെ വെറുതെ എങ്ങനെയെങ്കിലും ആളുകൾ തീർക്കാനുള്ള അതിബുദ്ധിയാണ് ഇപ്പൊ ബാക്ക് ഫയർ ചെയ്തത്. ഇതുകൊണ്ടൊന്നും സുഡാപ്പികൾ പഠിക്കാൻ പോകുന്നില്ല. കാരണം തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവർ പഠിക്കൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്നെന്തായാലും അദ്ദേഹം എന്നെ ഞാൻ ഉദ്ദേശിച്ച അത്ര രീതിയിലുള്ള പെർഫോമൻസ് അങ്ങനെ കാഴ്ചവെച്ചില്ല എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ഇനി ഭാവിയിൽ അധികം വൈകാതെ തന്നെ സുഡാപ്പികളുടെ മൂക്ക് ചെത്താൻ നമ്മുടെ ടി.ജി. മോഹൻദാസ് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു. ജയ് ഹിന്ദ്.